ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പ് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്താനുള്ള യാത്ര. വലിയ നോമ്പിൻ്റെ 42-ാം ദിനമായ ഇന്നത്തെ ചിന്താവിഷയം പ്രത്യാശ പകരുന്ന ക്രിസ്തു എന്നതാണ്. പ്രത്യാശ പകരുന്ന ക്രിസ്തു. ഇതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. കുറിവാക്യം യോഹന്നാൻ 11:25. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു സ്നേഹിച്ചതും പലപ്പോഴും കടന്നു ചെന്നതുമായ ഭവനമാണ് ബെഥാന്യയിലെ മാർത്തയുടെയും മറിയയുടെയും ഭവനം. അതുപോലെ തന്നെ ഈ ഭവനത്തിലുള്ളവർ യേശുവിനെ കരുതുകയും ചെയ്യുന്നു. എന്നാൽ മരണമെന്ന യാഥാർത്ഥ്യം ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള മാർത്തയുടെ വേദനയും യേശുവിൻ്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. മനുഷ്യൻ്റെ ആഴമേറിയ ദുഃഖത്തിലും പ്രതീക്ഷ മങ്ങിയ അനുഭവത്തിലും പ്രത്യാശയായി നിലകൊള്ളുന്ന ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാം. ഇന്നത്തെ വേദഭാഗത്തു നിന്നും 3 ചിന്തകൾ പങ്കുവയ്ക്കുന്നു. 1. കണ്ണുനീരിനെ മാനിക്കുന്ന ക്രിസ്തു സ്നേഹം. നിലവിളികളുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എനിക്ക് ആരുമില്ല എന്ന് വിലപിക്കുന്ന മനുഷ്യർ, വേർപാടിൻ്റെ അനുഭവങ്ങളിൽ ഏകാന്തരായി ജീവിക്കുന്നവരും, രോഗക്കിടക്കയിൽ 4 ചുമരുകളെ ലോകമായി കണ്ട് നിരാശരായവരും, കടബാധ്യതകളിൽപ്പെട്ടുഴലുന്നവരും, അങ്ങനെ പല സാഹചര്യങ്ങളിൽ തങ്ങൾക്ക് ആരുമില്ല എന്ന് വിലപിക്കുമ്പോൾ, കുഞ്ഞെ നിനക്ക് ഞാനുണ്ട് എന്ന ആശ്വാസ വചനങ്ങൾ നൽകി ധൈര്യപ്പെടുത്തുന്നവൻ, അവൻ്റെ നാമമാണ് ക്രിസ്തു. 36-ാം വാക്യത്തിൽ യേശു കണ്ണുനീർ വാർത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മാർത്തയുടെയും മറിയയുടെയും വേദനയുടെ അനുഭവങ്ങളിൽ കൂടെ നിൽക്കുന്ന ക്രിസ്തു. അവരുടെ കണ്ണുനീരിനെ മാനിച്ച ദൈവം നമ്മുടെ കണ്ണുനീരിനെയും മാനിക്കുന്നവനാണ്. 2. വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ക്രിസ്തു സ്നേഹം. ഇവിടെ ഭവനത്തിൻ്റെ ഏക അത്താണിയായ ലാസർ മരിച്ചു. അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. മാനുഷിക ചിന്തയിൽ അവിടെ ഒരു ഉയർപ്പിന് സാധ്യതയില്ല. കാരണം 4 ദിവസം കഴിഞ്ഞ് നാറ്റം വമിക്കുന്ന അവസ്ഥയിലാണ് മൃതശരീരം. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് മാർത്തയോട് ചോദിച്ചുകൊണ്ട് ക്രിസ്തു അവളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. നാമും ജീവിത പരീക്ഷണങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാതെ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. 3. പ്രത്യാശ പകരുന്ന ക്രിസ്തു സ്നേഹം. കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിശബ്ദമാണ്. അവിടെ സംഭാഷണങ്ങളില്ല. ഈ നിശബ്ദതയുടെ കല്ലറയിലേക്കാണ് യേശു ലാസറിനെ കാണാൻ എത്തുന്നത്. കല്ലറയിലെ കർത്താവിൻ്റെ സാന്നിധ്യം പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നയിക്കുകയാണ്. മനുഷ്യൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്താണ് ക്രിസ്തു തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കല്ലറകളെ തുറന്ന് മരണത്തിനും അപ്പുറമുള്ള പ്രതീക്ഷകളുടെ വാതായനങ്ങളെ ക്രിസ്തു തുറക്കുകയാണ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ മരണത്തിനും അപ്പുറത്തുള്ള ജീവിതത്തിൻ്റെ പ്രത്യാശയെ മാനവരാശിക്ക് ക്രിസ്തു പ്രദാനം ചെയ്യുന്നു. താൻ തന്നെയാണ് ജീവിതത്തിൻ്റെ ഉറവിടമെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുന്നു. പ്രിയരെ, കണ്ണുനീരിൻ്റെയും നിരാശയുടെയും അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും നമുക്ക് ക്രിസ്തുവിൽ ഉറച്ചു വിശ്വസിക്കുകയും അതിലൂടെ ക്രിസ്തുവിൽ നിലനിൽക്കുകയും ചെയ്യാം. ഈ നോമ്പിൻ്റെ നാളുകളിലെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും അതിന് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വേദനകളുടെയും ഏകാന്തതയുടെയും നിരാശയുടെയും അനുഭവങ്ങളിൽ ഉയർപ്പും ജീവനുമായ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം നൽകി വിശ്വാസത്തിൽ ഉറപ്പിച്ച് ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. ആമേൻ.